ആർട്ടിഫിഷ്യൽ സീസണിങ് 2 തരത്തിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു. അല്ല, 2 തരമല്ല, 4 തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് ബോയിലിങ്, രണ്ടാമത്തത് എന്തായിരുന്നു സാൾട്ട് സീസണിങ്, മൂന്നാമത്തേത് ഇലക്ട്രിക്കൽ സീസണിങ്, നാലാമത്തേത് കില്ലൻ സീസണിങ്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ സീസണിങ് ചെയ്യുന്നത്. അതിൽ കില്ലൻ സീസണിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. സാധാരണ പോലെ തന്നെ അതായത് ഒരു മേൽക്കൂരയോട് കൂടിയിട്ടുള്ള ഒരു കില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, ഒരു ചേമ്പർ ക്ലോസ്ഡ് ആയിരിക്കും, ചുറ്റും ക്ലോസ്ഡ് ആയിട്ടുള്ള, അതിൻ്റെ അകത്ത് സ്റ്റാക്ക് പോലെ തന്നെ അത് എന്താ പറയുക പലകകൾ, ഈ ഇത് നമ്മൾ മരത്തിൻ്റെ ഇത് പലകകളാക്കിയത് അടക്കി വെച്ച് നമ്മൾ അതിനകത്തേക്ക് എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീം കൊടുക്കുന്നു അല്ലേ, നീരാവി കൊടുത്ത് നമ്മളതിനെ എന്ത് നടത്തുന്നു, സീസണിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു കാലാവധി പറയുന്നുണ്ട്, 4 ദിവസം മുതൽ 30 ദിവസം വരെയാണ്. അതായത് ആ മരത്തിൻ്റെ വലിപ്പവും അതിൻ്റെ തിക്നെസ്സും ഒക്കെ അനുസരിച്ചിട്ട് 4 മുതൽ 30 ദിവസം വരെ നമുക്കതിൻ്റെ കാലാവധി പറയുന്നുണ്ട്. അതിൽ നമ്മൾ നാച്ചുറൽ സീസണിങ്ങും അതുപോലെ തന്നെ കില്ലൻ സീസണിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ഏതാണ് കൂടുതൽ നമുക്ക് എന്താ പറയുക, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ എങ്ങനെയാണ്, ഏതാണ് നല്ലത് എന്നുള്ള രീതിയിൽ അത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ടിമ്പറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. വെനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്, ഇംപ്രഗ് ടിമ്പറും കോംപ്രഗ് ടിമ്പറും, ഇങ്ങനെ 4 രീതിയിലാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ടിമ്പർ നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ വെനീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ തേക്ക്, മഹാഗണിയൊക്കെ പോലെയുള്ള ഈട്ടിയൊക്കെ പോലുള്ള മരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലൈസ് ചെയ്തെടുക്കുകയാണ് അല്ലേ. കനം കുറഞ്ഞ ഷീറ്റുകളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെനീർ എന്ന് പറയുന്നത്. ഈ വെനീറുകൾ പശ വെച്ച് ഒട്ടിച്ച് എടുത്ത ആ ഒരു പലക, അതായത് ബോർഡിനെ അതങ്ങനെ ഒട്ടിച്ച് പല ഷീറ്റുകളായിട്ട്, വെനീറിൻ്റെ പല ഷീറ്റുകൾ നമ്മൾ പശ വെച്ച് നല്ല ഗുണനിലവാരമുള്ള പശ ഉപയോഗിച്ച് ഒട്ടിച്ച് നമ്മളൊരു ബോർഡാക്കി മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്ലൈവുഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പ്ലൈവുഡ് കഴിഞ്ഞാൽ അടുത്തെന്താണ്, ഫൈബർ ബോർഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഫൈബർ ബോർഡ് എന്താ പറഞ്ഞത് നമ്മളോട്, പ്രസ്ഡ് വുഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മളതിനെ പശ വെച്ചിട്ട് അതിനെ ഒട്ടിക്കുകയാണ്. അതായത് എന്നിട്ട് നമ്മളൊരു കംപ്രഷൻ കൊടുക്കുകയാണ്. അതിൽ എത്ര കംപ്രഷനാണ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 600 ന്യൂട്ടൺ പെർ, അല്ല അതിൻ്റെ കംപ്രഷൻ എത്രയാണ് കൊടുക്കണേന്ന് നമ്മളോട് പറഞ്ഞത്, ബോർഡ് 3 അതായത് ഈ ഫൈബർ ബോർഡിനെ തന്നെ നമ്മൾ 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്രസ്ഡ് വുഡ് എന്നും റീകൺസ്ട്രക്റ്റഡ് വുഡ് എന്നും 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് മരം, ചകിരി, ചൂരൽ ഇവയുടെ നാരുകൾ നുറുക്കി നമ്മൾ എന്ത് ചെയ്യണം, നുറുക്കിയിട്ടാണ് നമ്മൾ ഫൈബർ, അതായത് അതിനെ നമ്മൾ ചൂടാക്കിയിട്ട് അതിൽ ആവി കടത്തി വിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് പശ വേർപ്പെടുത്തിയെടുത്ത് ഈ നാരുകൾ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ആണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഇതിൻ്റെ ഈ ബോർഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. പശ വേർപെട്ട് കഴിഞ്ഞ് ഈ നാരുകൾ ഒട്ടിച്ച് ചേർത്തിട്ടാണ് നമ്മൾ ബോർഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ പറയുന്നുണ്ട് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻസുലേറ്റിംഗ് ബോർഡ്, മീഡിയം ബോർഡ്, ഹാർഡ് ബോർഡ്, സൂപ്പർ ഹാർഡ് ബോർഡ്, അങ്ങനെ പല രീതിയിൽ നമുക്കിത് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഫൈബർ ബോർഡുകൾ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ ഇംപ്രഗ് നമ്മൾ പറഞ്ഞു, അതിലുപയോഗിക്കുന്ന ആ ഒരു കണ്ടൻറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്, ഫിനോൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന ആ ഒരു റെസിൻ, അതിൻ്റെ റെസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് പശയാണ്. ആ പശ മൂടിയിരിക്കുന്ന, അത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മൂടിയിരിക്കുന്ന, ആ പശ മൂടിയിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്രഗ് ടിമ്പർ എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്, മരത്തിൻ്റെ നേരിയ സ്ട്രിപ്പുകൾ റെസിനിൽ മുക്കിയ ശേഷം 150 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് കിട്ടുന്ന അതിൻ്റെ പേരുകളും പറയുന്നുണ്ട്, ഫോർമൈക്ക, സൺഗ്ലാസ്, സൺമൈക്ക,
എന്നൊക്കെ പറയുന്നുണ്ട്. എന്നീ പേരുകളിലൊക്കെയാണ് നമുക്കിത് അറിയപ്പെടുന്നത്. ഇത് ഭയങ്കര ഡ്യൂറബിലിറ്റി കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഇതിന്. കാരണം വെച്ചാൽ ഇതിലെ വെള്ളം ആസിഡുകളുമായിട്ടൊന്നും എന്താ പറയുക രാസപ്രവർത്തനങ്ങൾ ഇത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫർണിച്ചറുകൾ ഉണ്ടാക്കാനും അലങ്കാര വസ്തുക്കൾക്കൊക്കെ നമ്മളിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. ഈ കോംപ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രഗിനേക്കാളും കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടുതലുള്ളതാണ്. ബാക്കി അതിൻ്റെ സെയിം പ്രോസസ്സുകളൊക്കെ സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര രീതിയിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ പറഞ്ഞത്. നമുക്ക് ഇൻഡസ്ട്രിയൽ ടിമ്പർ ലഭിക്കുന്നത് 5 രീതിയിലാണ്. വെനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ്, ഇംപ്രഗ്, കോംപ്രഗ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്കത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ രണ്ടാമത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അതിൽ വരുന്നത് മരത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ടിമ്പറിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും നമുക്ക് പറയാം. ജനൽ, വാതിൽ, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക, ഡോറ് അല്ലേ, റൂഫ്, ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മരം ആവശ്യമാണ്. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത് എന്തിനാണ്? ഫോം വർക്കിനെയാണ് പറയുന്നത്. സെൻറ്ററിങ് ഫോം വർക്കൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ, ഷട്ടറിങ് ഒക്കെ ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ചട്ടക്കൂട്, കോൺക്രീറ്റിൻ്റെ ചട്ടക്കൂട്, അതായത് തട്ടടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് തന്നെ. പിന്നെ അതായത് കോൺക്രീറ്റിൻ്റെ ചട്ടക്കൂട്, ആർച്ച് ഇവയുടെ നിർമ്മാണത്തിന്. ഒരു ആർച്ചിൻ്റെ ഇതിനെ നമ്മൾ പറയുന്നതാണ് സെൻറ്ററിങ് എന്ന് പറയും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഷട്ടറിങ് അല്ലെങ്കിൽ ഫോം വർക്ക് എന്ന് പറയും നമ്മൾ. പിന്നെ ഫർണിച്ചർ ഉണ്ടാക്കാൻ, സ്പോർട്സ് ഗുഡ്സ്, ഇനിയിപ്പോൾ സംഗീത ഉപകരണങ്ങൾ, എല്ലാത്തിനും നമുക്ക് വുഡ് നമുക്ക് ആവശ്യമാണല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പോൾ തട്ടടിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ അലമാരി ഉണ്ടാക്കാനും ഡോർ ഉണ്ടാക്കാനും വിൻഡോ ഉണ്ടാക്കാനും മാത്രമല്ല നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് അല്ലേ. മറ്റ് പലതരത്തിലുള്ള ആർക്കിടെക്ചറൽ വർക്കുകൾക്കും എന്താ പറയുക കലാശാസ്ത്രപരമായിട്ടുള്ള ഇതിനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വുഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റെയിൽവേ കോച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. തീപ്പെട്ടി നിർമ്മാണം, അതുപോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ പേക്കിംഗ് കേസുകൾ, പാക്ക് ചെയ്യുന്ന കേസുകളിൽ പെട്ടികളൊക്കെ, തക്കാളിപ്പെട്ടി പോലെയുള്ള സംഭവങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നതിന്. പിന്നെ താൽക്കാലിക പാലങ്ങളുടെ നിർമ്മാണത്തിന്. താൽക്കാലികമായിട്ട് പണ്ടൊക്കെ മരത്തിൻ്റെ ആയിരുന്നു അല്ലേ. ഇപ്പോഴാണ് നമുക്ക് ബ്രിഡ്ജും മറ്റേ കോൺക്രീറ്റ് ബ്രിഡ്ജ് സംഭവങ്ങളൊക്കെ വന്നത്. പണ്ടൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാലങ്ങളായിരുന്നു, കൾവർട്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ യൂസസ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞപ്പോൾ ഈ എന്താ പറയുക ഡോറ്, വിൻഡോ, അലമാരി എന്നുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് നമുക്ക് പല ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ടിമ്പർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. കോമൺ ആയിട്ട് എന്തിനൊക്കെയാണ് വുഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളങ്ങ് എഴുതി വയ്ക്കുക, അത്ര ചെയ്താൽ മതി. പിന്നെ പറയുന്നതാണ് എന്താ, ഇന്ത്യയിലെ പ്രധാന മരങ്ങളുടെ ഗുണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 150 തരം മരങ്ങൾ കണ്ടുവരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരങ്ങളുടെ ഗുണങ്ങളും അവ കണ്ടുവരുന്ന സ്ഥലങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് നമുക്ക് താഴെ പറഞ്ഞിട്ടുള്ളത്. ഉപയോഗിക്കുന്ന ഇപ്പോൾ മരത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പല സ്ഥലങ്ങളിലും പല പേരുകളിലും അറിയപ്പെടുന്ന മരങ്ങളും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ കുറച്ച് പേരുകളാണ് അവർ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അയിനി എന്ന് പറയുന്ന മരം, അതുപോലെ തേക്ക്, അതുപോലെ എന്താണ് ബെൻതേക്ക്, ചിലപ്പോൾ ഇംഗ്ലീഷ് പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഡിയോഡർ അതായത് ദേവദാരു, ഇരുൾ, പ്ലാവ്, മഹാഗണി, ഓക്ക്, വീട്ടി, സാല്, സിസോ, ബാബിൾ, ടൂൺ, റെഡ് റണ്ണർ, ഹോപ്രിയ എന്നൊക്കെ പറയുന്ന നമുക്ക് ഇത്തരത്തിലുള്ള മരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അയിനി എന്ന് പറയുന്ന ഒരു മരം ഈ പേരിൽ തന്നെയാണോ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. മഞ്ഞ കലർന്ന തവിട്ട് നിറം, അതുപോലെ തന്നെ അതിൻ്റെ തരികൾ ഇങ്ങനെ അടുത്തടുത്തതായിരിക്കും, ബലമുള്ളതാണ്, സീസണിങ്ങിന് ശേഷം
12% ഈർപ്പമുള്ളപ്പോൾ തൂക്കം 5950 Nm3 അതുപോലെ mm3 ആണ്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മദ്രാസ്, കേരളം എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ കണ്ടുവരുന്നത്. നമ്മൾ ഉപയോഗം പറയുന്നുണ്ട് കെട്ടിട നിർമ്മാണം, പേവിങ്, ഫർണിച്ചർ നിർമ്മാണം, ഇതിനൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് 12% സീസണിങ്ങിന് ശേഷമാണ് പറയുന്നത് കേട്ടോ. സീസണിങ് നടത്തിയതിന് ശേഷം 12% ഈർപ്പമുള്ളപ്പോൾ അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 5950 Nm2 ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത തേക്ക് പറയുന്നുണ്ട്. കടും തവിട്ട് നിറത്തിൽ, അത് നല്ല ഈട് നിൽക്കുന്നതാണ്, അതായത് ഡ്യൂറബിലിറ്റി ഉള്ളതാണ്, തീ പിടിക്കാത്തത്, ബലമുള്ളതാണ്, അതുപോലെ ചിതലരിക്കാത്തതാണ്, അതുപോലെ ചുരുങ്ങില്ല. മറ്റു മരങ്ങളെ പോലെ എന്ത് ചെയ്യില്ല, ചുരുങ്ങില്ല, നന്നായി പോളിഷ് ചെയ്യാൻ പറ്റും. സീസണിങ്ങിന് ശേഷം 12% ഈർപ്പമുള്ളപ്പോൾ തൂക്കം 6250 Nm2 ആണ് നമ്മൾ ഇതിന് വരുന്നത്. എഞ്ചിനീയറിംഗ് നിർമ്മാണ ജോലികൾക്ക് ഏറ്റവും പറ്റിയ മരമാണ്. അതുപോലെ മധ്യ ഇന്ത്യയിൽ, അതുപോലെ തെക്കേ ഇന്ത്യയിൽ എന്നിവിടങ്ങളിലൊക്കെയാണിത് കണ്ടുവരുന്നത്. എന്തിനൊക്കെയാണത് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ചൊക്കെ ഇതിൽ പറയണുള്ളൂ കേട്ടോ, ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയണില്ല. കപ്പൽ നിർമ്മാണം, അതുപോലെ തന്നെ നിലം, അതായത് ഫ്ലോറ്, ഫർണിച്ചർ നിർമ്മാണം, അതുപോലെ ഈടും ഉറപ്പും വേണ്ട മറ്റെല്ലാ പ്രവൃത്തികൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബന്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ബലമുള്ളതാണ്, മിനുസമുള്ളതാണ്, നന്നായി പോളിഷ് ചെയ്യാൻ പറ്റും. സീസണിങ്ങിന് ശേഷം 12% ഉള്ളപ്പോൾ അതിൻ്റെ 6750 Nm2 ആണ്. ഇത് കണ്ടുവരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മദ്രാസ്, മഹാരാഷ്ട്ര, കേരളം എന്നീ സ്ഥലങ്ങളിലാണ്. ഇത് ബോട്ട് നിർമ്മിക്കാനും ഫർണിച്ചർ നിർമ്മിക്കാനും മറ്റെല്ലാ നിർമ്മാണ പ്രവൃത്തികൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ബന്തേക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. അടുത്താണ് ഡിയോഡർ എന്ന് പറയുന്ന നമ്മുടെ ദേവദാരു. മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്, ഈട് നിൽക്കുന്നതാണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്, അതുപോലെ ബലമുള്ളതാണ്, വ്യക്തമായ ആനുവൽ റിങ്ങുകളുണ്ട്. ദേവദാരുവിൽ നല്ല കൃത്യമായിട്ട് ആനുവൽ റിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് ആനുവൽ റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആനുവൽ റിങ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മരത്തിൻ്റെ ഏജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു മരത്തിന് എത്ര ഏജ് ഉണ്ട്, അത് എത്ര വർഷത്തെ കാലപ്പഴക്കമുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? ഈ ആനുവൽ റിങ്ങുകൾ നമ്മൾ നോക്കിയിട്ടാണ്. അതെങ്ങനെയാണ്? ഓരോ വർഷം ആ മരത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ഔട്ടർ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് അത് വലുതാവുന്നത്. അപ്പോൾ ആ കവർ ഇങ്ങനെ അനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റിങ് പോലെ വളയങ്ങൾ രൂപപ്പെടും. അത് എണ്ണിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് ഇത്ര വർഷത്തെ കാലപ്പഴക്കമുള്ള മരമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ കോടാലി വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് ക്ലാരിറ്റി കിട്ടില്ല. നമ്മളതിങ്ങനെ അറുത്തെടുക്കണം. അപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ആനുവൽ റിങ്ങുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ദേവദാരുവിൽ എന്തുണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് ആനുവൽ റിങ്ങുകളൊക്കെ നല്ല കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ദേവദാരുവിൻ്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞേ. പഞ്ചാബ് ഈർപ്പമുള്ളപ്പോൾ അതിൻ്റെ വ്യക്തമായ ആനുവൽ റിങ്ങുകൾ, അതുപോലെ തന്നെ നന്നായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റും നമുക്കതിനെ. അതായത് നല്ല രീതിയിൽ അതിനെ നല്ല മിനുസമുള്ളതാക്കിയിട്ട് ആക്കിയെടുക്കാനായിട്ട് പറ്റും. സീസണിങ്ങിന് ശേഷം 12% ഈർപ്പമുള്ളപ്പോൾ തൂക്കം 5600 Nm3 ആണ്. അതുപോലെ തന്നെ ഹിമാലയ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഡിയോഡർ എന്ന് പറയുന്ന ദേവദാരു എന്ന് പറയുന്ന മരം. ഇനി ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് കണ്ട്, ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്, പാക്കിംഗ് ബോക്സുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു, റെയിൽ ഗാരേജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, സ്ലീപ്പർ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു.